സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം. വാതിലിൽ ആരോ മൃദുവായി മുട്ടുന്നത് കേട്ടുകൊണ്ടാണ് വിൽസൺ കണ്ണു തുറന്നത്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുറിയിൽ നേർത്ത ഇരുട്ട്. അയാൾ ബെഡ്റൂം ലാമ്പിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. മുറിയിൽ പരന്ന വെളിച്ചത്തിൽ ഭിത്തിയിലെ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. വിൽസൺ എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്ത് മാധുരി നിൽക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് വിൽസ്, അവൾ പുഞ്ചിരിയോടെ അഭിവാദനം ചെയ്തു. ഗുഡ് മോർണിംഗ്. നീ ഇത്ര നേരത്തെ ഉണരുമോ? ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ്. രാവിലെ കൃത്യം 5 മുതൽ 6 മണി വരെ ഓടാൻ പോകും. 5 മണിക്ക് മുമ്പ് ഞാൻ ഉണരും ബ്ലാക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ, അവൾ പറഞ്ഞു. 5:30 മുതൽ 6:30 വരെയാണ് എൻ്റെ നടത്തം. പക്ഷെ ഇന്ന് ഞാൻ പോകുന്നില്ല. അതെന്താ? നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട്? എനിക്ക് പേടിയൊന്നുമില്ല വിൽസ്, പോയിട്ട് വാ. ഞാൻ വന്നതുകൊണ്ട് എന്നുമുള്ള വ്യായാമം മുടക്കണ്ട. അല്ല മാധുരി, ഞാൻ... നോ മോർ എക്സ്ക്യൂസ്. പോകാൻ റെഡി ആയിക്കോ, ഞാൻ കാപ്പി ഉണ്ടാക്കി തരാം. അവൾ കിച്ചണിലേക്ക് പോയി. മാധുരിയെ അനുസരിക്കുകയല്ലാതെ അയാൾക്ക് വേറെ മാർഗമുണ്ടായിരുന്നില്ല. പല്ല് ബ്രഷ് ചെയ്ത് ട്രാക്ക് സ്യൂട്ട് ധരിച്ച് വിൽസൺ വേഗം തയ്യാറായി വന്നു. ഒരു മഗ് നിറയെ ആവി പറക്കുന്ന കാപ്പിയുമായി അവൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അത് അയാൾക്ക് നീട്ടി. നിനക്ക് വേണ്ടേ കാപ്പി? വേണ്ട, 1 മണിക്കൂർ കൂടി എനിക്ക് ഉറങ്ങണം, അവൾ പറഞ്ഞു. വെളുപ്പാങ്കാലത്തുള്ള ഉറക്കമാണോ നിന്റെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? വിൽസൺ കളിയാക്കി ചോദിച്ചു. അല്ല, പഴയൊരു പ്രേമത്തിൻ്റെ നിലച്ചിട്ടില്ലാത്ത സ്പന്ദനമാണ് എന്നെ ഇപ്പോഴും. മധു. അയാളുടെ മുഖം വിവരണമാകുന്നത് കണ്ട് അവൾ വിഷയം മാറ്റാനായി ചിരിച്ചു. നിന്നെ കണ്ടാൽ ആ പഴയ സെൻട്രൽ ഫോർവേഡിൻ്റെ ലുക്കുണ്ട് ഈ വേഷത്തിൽ, അവളും കളി പറഞ്ഞു. കോളേജിൽ വിൽസൺ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൽ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു. അതൊക്കെ ഏതോ ഒരു കാലം. അയാൾ ഒരു നിമിഷം ഓർമ്മയിലേക്ക് മുങ്ങിത്താഴ്ന്നു. കാപ്പി കുടിച്ചിട്ട് പോകാൻ നോക്ക്, മാധുരി ധൃതി കൂട്ടി. വീട് മാറിക്കിടന്നതുകൊണ്ട് നിനക്കിന്നലെ ഉറങ്ങാൻ പ്രയാസം വന്നോ? കാപ്പി കുടിച്ചുകൊണ്ട് വിൽസൺ ചോദിച്ചു. ഏയ്, നീ താഴെയുണ്ടല്ലോ എന്ന ധൈര്യം കാരണം കിടന്നപ്പോൾ തന്നെ ഞാൻ ഉറങ്ങി, അവൾ പറഞ്ഞു. മറിച്ചായിരുന്നു എൻ്റെ കാര്യം. അതെന്താ? നീ മുകളിലുണ്ടല്ലോ എന്ന ഓർമ്മ കാരണം എനിക്ക് ഉറക്കം വന്നതേയില്ല. പോടാ. ഒഴിഞ്ഞ മഗ് തിരിച്ചു കൊടുത്തിട്ട് അവൾ അയാളെ തള്ളി വെളിയിലാക്കി വാതിലടച്ചു. ചിരിച്ചുകൊണ്ട് വിൽസൺ സിറ്റൗട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ചെന്നപ്പോൾ നേർത്ത മഞ്ഞ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് നടക്കാൻ അയാൾക്കൊരു പ്രത്യേക ഉന്മേഷം അനുഭവപ്പെട്ടു. അയാൾ അതിവേഗം നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞാണ് വിൽസൺ തിരിച്ചെത്തിയത്. നീ വരുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കിച്ചൺ മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. കുറച്ച് പുട്ടുപൊടിയെങ്കിലും വാങ്ങി വെക്കാമായിരുന്നു നിനക്ക്, അവൾ പറഞ്ഞു. അടുത്ത തവണയാവട്ടെ. അയാൾ ക്ഷമാപണത്തോടെ അവളെ നോക്കി. ഇനി ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. എന്ത് കാര്യവും ഒരു തവണ നമുക്ക് ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് ആവർത്തിച്ചാലാണ് കുഴപ്പം, അവൾ പറഞ്ഞു. പക്ഷേ ഒരിക്കൽ കൂടിയാവാം. അയാൾ പ്രതീക്ഷയോടെ മാധുരിയെ നോക്കി. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു തന്നിട്ട് വേണം സെക്രട്ടേറിയറ്റിൽ കൊണ്ടുചെന്ന് വിടാൻ. വേഗം റെഡിയായിക്കോ. അയാൾക്ക് മറുപടി കൊടുക്കാതെ അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോയി. 8:30 മണിയായപ്പോൾ ഭംഗിയുള്ള ഒരു കോട്ടൺ സാരി ഉടുത്ത് മാന്യയായ ഒരു ഉദ്യോഗസ്ഥയുടെ വേഷത്തിൽ അവൾ പോകാൻ തയ്യാറായി വന്നു. എൻ്റെ ബാഗ് നിന്റെ കാറിൽ വെച്ചിരുന്നാൽ മതി. മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. അപ്പോൾ വന്ന് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടരുതോ? നോ പ്രോബ്ലം. അവളുടെ എയർ ബാഗ് വാങ്ങി അയാൾ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. പോകുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി അവർ പ്രാതൽ കഴിച്ചു. പിന്നെ അവളെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് അയാൾ ഓഫീസിലേക്ക് പോയി. 2 മണിയായപ്പോൾ മാധുരി അയാളെ വിളിച്ചു. വിൽസ്, ഞാൻ ഫ്രീ ആയി. നീ ലഞ്ച് കഴിച്ചോ? വിൽസൺ ചോദിച്ചു. ഉവ്, ഗസ്റ്റ് ഹൗസിലായിരുന്നു ഭക്ഷണം. നീ ഇങ്ങോട്ട് വന്നാൽ മതി. തൈക്കാട്ട് ചെന്ന് അയാൾ മാധുരിയെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇനി നീ വരുമ്പോൾ വിളിക്കണം. വിളിക്കാം, പക്ഷെ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല. അതെന്താ? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. നീ എത്രയും വേഗം വിവാഹം കഴിക്കണം. ഒരു പഴയ കൂട്ടുകാരിയുടെ അഭ്യർത്ഥനയും അപേക്ഷയുമാണ്. മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയാൽ അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കാം. കണ്ടുമുട്ടും വിൽസ്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാർ നിന്നു. ഡിക്കിയിൽ നിന്ന് മാധുരിയുടെ എയർ ബാഗ് എടുത്ത് വിൽസൺ കൊടുത്തു. നീ ഓഫീസിലേക്ക് പോയിക്കോ, ഞാൻ വിളിക്കാം. യാത്ര പറഞ്ഞ് അവൾ വേഗം
പ്ലാറ്റ്ഫോമിലേക്ക് പോയി. വിൽസൺ മെല്ലെ വെള്ളയമ്പലം ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. കൃത്യം 7:30 വീണയും ഹണിയും നിത്യവും മെസ്സിൽ ചെന്ന് അത്താഴം കഴിക്കാനിരുന്നു. ഹോസ്റ്റലിൽ ഇത് നമ്മുടെ അവസാനത്തെ അത്താഴമാണ്. പരിപ്പ് കറിയും ചപ്പാത്തിയും മുന്നിൽ കിട്ടിയപ്പോൾ ഹണി പറഞ്ഞു, ഹോ, എത്ര സങ്കടകരമായ ഒരു സത്യം. നിത്യ കളിയായി പറഞ്ഞു. വീണ ഒന്നും പറഞ്ഞില്ല. നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു അവൾ. നാളെ 3 കൂട്ടുകാരികളും ഹോസ്റ്റൽ വിടുകയാണ്. ശ്രീരാജിനോടൊപ്പം ഹണി കാക്കനാട്ടേക്ക് പോകും. നിത്യ തൊടുപുഴയിലുള്ള അവളുടെ വീട്ടിലേക്ക് പോകും. താനോ? ഇന്ന് 3 പേരും മെസ് ബില്ലടച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി കൂടി ഇവിടെ താമസിക്കാൻ പറ്റും. നാളെ ഉച്ചയ്ക്ക് മുമ്പ് റൂം ഒഴിയണം. ഭക്ഷണം കഴിച്ച ശേഷം അവർ മുറിയിലെത്തി. നമ്മുടെ ഈ 17-ാം നമ്പർ റൂമിലെ അവസാനത്തെ രാത്രിയാണിത്, ഹണി പറഞ്ഞു. നമുക്കിന്ന് ഉറങ്ങണ്ട. 4 വർഷത്തെ സന്തോഷകരമായ സംഭവങ്ങളും ദുഃഖിപ്പിച്ച സംഭവങ്ങളും നമ്മൾ 3 പേരും പങ്കുവെച്ച മുറിയാണിത്. അതെല്ലാം ഓർത്ത് വർത്തമാനം പറഞ്ഞ് നമുക്കിരിക്കാം, നിത്യ പറഞ്ഞു. വീണ മിണ്ടിയില്ല. ഈ 4 വർഷക്കാലത്തിനുള്ളിൽ സന്തോഷകരമായ സംഭവങ്ങൾ വളരെ കുറച്ച് മാത്രമേ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ 7 സെമസ്റ്ററുകളിലെയും പരീക്ഷാ റിസൾട്ട് വന്ന ദിവസങ്ങളായിരുന്നു അത്. എല്ലാ പേപ്പറുകൾക്കും അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സിലും ഉയർന്ന മാർക്കാണ് കിട്ടിയത്. ഇന്നെനിക്ക് ഉറങ്ങാതെ പറ്റില്ലടി, കാരണം നാളെ എൻ്റെ ആദ്യ രാത്രിയല്ലേ, ഹണി പറഞ്ഞു. നേരാ, നാളെ നിന്നെ ഒരു പോള കണ്ണടയ്ക്കാൻ ശ്രീരാജ് സമ്മതിക്കത്തില്ല, കള്ളച്ചിരിയോടെ നിത്യ പറഞ്ഞു. പെട്ടെന്ന് ഹണിയുടെ മൊബൈൽ ബെല്ലടിച്ചു. അയ്യോ സത്യം, ദാ ശ്രീ വിളിക്കുന്നു. മൊബൈലുമായി അവൾ വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങി. ഹലോ ശ്രീ, ഞാനിവിടെ ബ്ലൂ മൂണിൽ വന്ന് റൂം എടുത്തു. നാളത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ശ്രീരാജ് ചോദിച്ചു. ഞങ്ങൾ ഓക്കെയാണ്. രാവിലെ ചാച്ചൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ ഉടൻ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിറങ്ങും. അമ്പലത്തിലെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10 മണിക്ക് മുമ്പ് ചെല്ലണം. 10:30 അവിടെ നടയടയ്ക്കും. അതിനു മുമ്പ് ഞങ്ങൾ വരാം. അവൾ ഏറ്റു. ഒരു ഫ്രണ്ടിൻ്റെ കാറുമായിട്ടാണ് ഞാൻ വന്നത്. കല്യാണം കഴിഞ്ഞ് അവൾ എറണാകുളത്തിന് പോകുന്നു. വീണയുടെ കാര്യമോ? അവൾ ചോദിച്ചു. വീണയെ നമ്മൾ തിരുവനന്തപുരത്തിനുള്ള ഏതെങ്കിലും ട്രെയിനിൽ കയറ്റി വിടുന്നു. അവളുടെ ആൻറ്റിയും അങ്കിളും ഉച്ചയാകുമ്പോഴേക്ക് അവളെ കൊണ്ടുപോകാൻ വരുമെന്നാണ് വിളിച്ചു പറഞ്ഞത്. അതിനു മുമ്പ് നമുക്ക് അവളെ രക്ഷപ്പെടുത്താം. അവൾക്ക് കൊടുക്കാനുള്ള ലെറ്റർ തയ്യാറാക്കിയോ നീ? അത് മറന്നു, ഇപ്പം തന്നെ എഴുതാം. അവർ വന്ന് ലെറ്റർ കൊടുത്തിട്ടേ നിത്യ പോകൂ. അത് മതി. നീ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ? അവൻ തിരക്കി. ഞങ്ങൾ 3 പേർക്കും പകൽ അതായിരുന്നു പണി. ഇനി നേരം ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി, ഹണി പറഞ്ഞു. ശരി, നീ വെച്ചു. നാളെ രാവിലെ കാണാം. കോൾ കട്ട് ചെയ്തിട്ട് ഹണി വീണ്ടും മുറിയിലേക്ക് ചെന്നു. എന്താടി, നിന്റെ സ്ത്രീക്ക് ഇരിപ്പുറയ്ക്കുന്നില്ലേ? നാളെ കയ്യിൽ കിട്ടുമല്ലോ, അതുവരെ ഒന്ന് ക്ഷമിച്ചുകൂടെ അവന്? നിത്യ കളിയാക്കി. അതല്ലടി, വീണയുടെ കാര്യം പറയാനാ വിളിച്ചത്. വീണ മുഖമുയർത്തി അവളെ നോക്കി. നീ ഒരു പേപ്പറും പേനയും എടുക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് എഴുത്. എന്തെഴുതാനാ ഹണി? വീണയ്ക്ക് മനസ്സിലായില്ല. നാളെ നിന്റെ ജലജാൻറ്റിയും അങ്കിളും നിന്നെ കൊണ്ടുപോകാൻ വരത്തില്ലേ? അന്നേരം നിത്യ അവർക്ക് കൊടുക്കാനുള്ള കത്ത്, അവൾ വിശദീകരിച്ചു. അവസാനം എല്ലാം കുഴപ്പമാകുമോ മോളെ? വീണയ്ക്ക് അപ്പോഴും വിശ്വാസം വന്നില്ല. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ലടി, പക്ഷെ തൽക്കാലം നിനക്കിത് മാത്രമേ ചെയ്യാനുള്ളൂ. നോട്ട് ബുക്കിൽ നിന്ന് ഒരു കടലാസ് ചീന്തിയെടുത്ത് പേനയുമായി വീണ അവളെ നോക്കി. പ്രിയപ്പെട്ട ജലജ ആൻറ്റിയും കരുണനങ്കിളും അറിയുന്നതിന് ഹണി പറഞ്ഞു കൊടുത്തത് വീണ എഴുതിയെടുത്തു. അങ്കിളും ആൻറ്റിയും എന്നോട് ക്ഷമിക്കണം. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ജലജി ആൻറ്റിയും കരുണൻ അങ്കിളിനെയും ഇഷ്ടമില്ലാത്തത് കൊണ്ടോ രവീന്ദ്രൻ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കും എന്ന് ഭയന്നിട്ടോ അല്ല ഞാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി കാണും എന്നാണല്ലോ എല്ലാവരുടെയും വിചാരം. എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ ഒരു ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ ശിക്ഷയുടെ കാലാവധി അവസാനിക്കും. എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അച്ഛൻ പരോളിൽ ഇറങ്ങിയപ്പോഴൊക്കെ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. കൊച്ചുകുട്ടിയായിരുന്ന എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചതിന് 2 പേരോടും എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ അത് നിങ്ങൾ കാണിച്ച ഔദാര്യമല്ലെന്നും എനിക്കറിയാം. എൻ്റെ അമ്മയുടെ 6 പവൻ സ്വർണം ജലജി ആൻറ്റിയുടെ കൈവശം ഉണ്ടെന്ന് എനിക്കറിയാം. കൂടാതെ അച്ഛൻ്റെ പേരിലുള്ള 2 ഏക്കർ പറമ്പിൽ നിന്നുള്ള കുരുമുളകും തേങ്ങയും മറ്റും അങ്കിളാണല്ലോ ഇതുവരെ എടുത്ത് അനുഭവിക്കുന്നത്. അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വരും. അപ്പോൾ ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം തിരിച്ചു തരേണ്ടി വരും. നന്ദിയോടെ, സ്വന്തം വീണ. കത്തെഴുതി കഴിഞ്ഞപ്പോൾ ഹണി പറഞ്ഞു കൊടുത്തതെല്ലാം സത്യമായിരുന്നെങ്കിൽ എന്ന് വീണ ആശിച്ചു. അച്ഛൻ
എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകുമോ? എങ്ങനെയുണ്ട് ഇവളുടെ കത്ത്? ഹണി ചോദിച്ചു. സൂപ്പർ. അവളുടെ ആൻറ്റിയും അങ്കിളും ഇത് വിശ്വസിക്കും. നിത്യയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. നീ എന്തു പറയുന്നു? വീണയുടെ നേർക്ക് ഹണി നോക്കി. സംഭവം കൊള്ളാം. പക്ഷേ സത്യാവസ്ഥ അറിയാനായി അവർ തമിഴ്നാട്ടിൽ പോയി അന്വേഷിച്ചാലോ? വീണ ഭയന്നു. ഒരു ചുക്കും അവർക്ക് പിടികിട്ടത്തില്ല. തന്നെയുമല്ല, അതിനൊന്നും അവർ മെനക്കെടത്തില്ലടി. അവർ ശരിക്കും പേടിക്കും. അതാ സംഭവിക്കാൻ പോകുന്നേ. വീണ ഒന്നും മിണ്ടിയില്ല. അവൾ എഴുതിയ കത്ത് വാങ്ങി നിത്യയെ ഹണി ഏൽപ്പിച്ചു. കത്ത് കൊടുത്തിട്ട് നീ അവരോട് സംസാരിക്കുന്നത് പോലിരിക്കും നമ്മുടെ പ്ലാനിൻ്റെ വിജയം. അക്കാര്യത്തിൽ രണ്ടുപേരും പേടിക്കണ്ട, ഞാൻ പൊലിപ്പിച്ചോളാം. ഒന്നുമില്ലേലും 2 നാടകങ്ങളിൽ ഞാൻ കോളേജിൽ അഭിനയിച്ചതല്ലേ. നിത്യയ്ക്ക് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. പാതിര വരെ 3 കൂട്ടുകാരികളും സംസാരിച്ചിരുന്നു. പിന്നെ അവർ ഉറങ്ങാൻ കിടന്നു. പക്ഷേ വീണയ്ക്ക് ഉറക്കം വന്നില്ല. നാളെ തനിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഹണിയാണെന്ന് അഭിനയിച്ച് അവളുടെ വിൽസൺ അങ്കിളിൻ്റെ അടുത്തേക്ക്. അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല. അയാൾ സത്യം കണ്ടുപിടിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ജലജ ആൻറ്റിയുടെയും കരുണൻ അങ്കിളിൻ്റെയും അടുത്തേക്ക് കൊണ്ടുചെന്നാക്കിയാലുള്ള കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വീണ നേരം വിളിപ്പിച്ചു. രാവിലെ 7 മണിയായപ്പോൾ ഹണിയുടെ മൊബൈലിലേക്ക് അവളുടെ ചാച്ചൻ്റെ വിളി വന്നു. മോളെ, ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ തുടങ്ങുക, ഈപ്പച്ചൻ പറഞ്ഞു. ആരുടെ കാറിലാ ചാച്ച പോകുന്നേ? അവൾ ചോദിച്ചു. ഷിബുവിൻ്റെ ടാക്സിയിലാ മോളെ. അവൻ ഞങ്ങളെ പ്ലെയിനിൽ കയറ്റി വിട്ടിട്ടേ പോകൂ. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ സമയം കിട്ടുകയില്ല എന്ന് വിചാരിച്ച ഇപ്പോൾ വിളിക്കുന്നേ. അത് നന്നായി. മോളെപ്പോഴാ തിരുവനന്തപുരത്തിന് പോകുന്നേ? ഈപ്പച്ചൻ ചോദിച്ചു. 9 മണിക്കൊരു ട്രെയിനുണ്ട് ചാച്ചാ. ഉച്ചയാകുമ്പോൾ അതവിടെ ചെല്ലും. വിൽസനെ വിളിച്ചാൽ മതി. അവൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോയി ഹോസ്റ്റലിലാക്കും. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോ നീ ഇന്ന് ചെല്ലുമെന്ന്? വേണ്ട ചാച്ച, സമയം കളയണ്ട, ഞാൻ വിളിച്ചോളാം. അമ്മച്ചി എടുത്തുണ്ടേലൊന്ന് കൊടുക്ക്, ഹണി പറഞ്ഞു. കൊടുക്കാം മോളെ. നിത്യയും വീണയും അവളുടെ സംസാരം കേട്ട് അടുത്തിരിപ്പുണ്ടായിരുന്നു. മോളെ, പെട്ടെന്ന് സിസിലിയുടെ സ്വരം ഫോണിലൂടെ വന്നു. അമ്മച്ചി, നിങ്ങൾ പോയിട്ട് വാ. ഇന്ന് രാവിലെ ഞാൻ വിൽസൺ അങ്കിളിൻ്റെ അടുത്തേക്ക് പോകും. ചെന്ന് കഴിഞ്ഞ് എന്നെ വിളിക്കണം. അങ്കിളിനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്, ഹണി പറഞ്ഞു. ശരി മോളെ, പക്ഷെ നീ ഒറ്റയ്ക്കാണെന്ന ഓർമ്മ എപ്പോഴും വേണം. പരിചയക്കാർ കുറവാണ് അവിടെ. വിൽസണ് നിന്റെ കാര്യം ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല. ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും ചെന്ന് ചാടാതെ നോക്കണം. നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ എപ്പോഴും. അക്കാര്യം ഓർമ്മ വേണം. അതൊക്കെ എനിക്കറിയാം അമ്മച്ചി. എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ വിൽസനോട് പറയണം, അല്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ശരി അമ്മച്ചി, വെച്ചോ, ബൈ. ശരി മോളെ. അവൾ കോൾ കട്ട് ചെയ്തു. ഈ അമ്മച്ചിയുടെ ഓരോ ഉപദേശങ്ങൾ. കൊച്ചുകുട്ടിയെ ഇപ്പോഴും ഞാനെന്ന് അവരുടെ വിചാരം. എന്നാലും കേൾക്കുമ്പോൾ ഒരു നെഞ്ചിടിപ്പ്. അവൾ പറഞ്ഞു. പ്രേമഭ്രാന്ത് തലയ്ക്ക് പിടിച്ചു നിൽക്കുന്ന നിനക്ക് മനസ്സിലാകത്തില്ല. അപ്പനമ്മമാരുടെ ആശങ്കകളും വേവലാതികളും. നിത്യ പറഞ്ഞു. നമുക്ക് ഈ വിഷയം വിടുന്നതാ നിത്യയെ നല്ലത്, പെട്ടെന്ന് വീണ പറഞ്ഞു. 2 കൂട്ടുകാരികളും അവളുടെ നേർക്ക് നോക്കി. ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനത്തിൽ നിന്ന് അവസാനം ഒരു പിന്മാറ്റം ഒട്ടും ശരിയല്ല. ജീവിതത്തിൽ ചില റിസ്കുകൾ നമുക്കെടുക്കേണ്ടി വരും. ചിലപ്പോൾ നല്ല റിസൾട്ടായിരിക്കും, ചിലപ്പോൾ ചീത്തയും. രണ്ടായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, വീണ വീണ്ടും പറഞ്ഞു. ഹണി പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു മോളെ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്താൻ പറഞ്ഞതല്ല ഹണി. നിന്റെ അമ്മച്ചിയുടെ സംസാരം കേട്ടപ്പോൾ. നിത്യ അവളുടെ കയ്യിൽ പിടിച്ചു. സ്ത്രീയുടെയും എൻ്റെയും അപ്പനമ്മമാർ ഞങ്ങളുടെ മാരേജിന് സമ്മതം തരില്ലടി. മനസ്സിൽ ആഴത്തിലുണ്ടാകുന്ന മുറിവുമായി വേറൊരുത്തൻ്റെ വൈഫായി ജീവിതകാലം മുഴുവൻ വേദനിക്കുന്നതിലും നല്ലത്. ഓക്കെ, സമയമില്ല സംസാരിച്ചു നിൽക്കാൻ, നിത്യ അവളെ ഓർമ്മിപ്പിച്ചു. 8 മണിയാകുമ്പോൾ ശ്രീരാജ് കാറുമായി ഹോസ്റ്റലിൻ്റെ മുന്നിൽ വരും. ഹണി കസൂർ സാരിയാണ് ഉടുത്തത്. അമ്പലത്തിലേക്ക് പോവുകയായതുകൊണ്ട് കൂട്ടുകാരികൾ 2 പേരും ചുരിദാറാണ് ധരിച്ചത്. അവർ ഹോസ്റ്റലിൽ നിന്നിറങ്ങിയപ്പോൾ ഗേറ്റിൽ നിന്ന് അല്പം മാറി ശ്രീരാജിൻ്റെ കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ അങ്ങോട്ട് ചെന്നു. കസവും മുണ്ടും ഷർട്ടുമായിരുന്നു ശ്രീരാജിൻ്റെ വേഷം. പക്ഷേ വരൻ്റെ മുഖത്ത് പരിഭ്രമത്തിൻ്റെ നേരിയ നിഴലുണ്ടായിരുന്നു. ശ്രീരാജിനൊപ്പം ഫ്രണ്ട് സീറ്റിൽ ഹണി ഇരുന്നു. വീണയും നിത്യയും ബാക്ക് സീറ്റിലും. കാറിൽ വെച്ച് ആരും ഒന്നും സംസാരിച്ചില്ല. നടക്കാൻ പോകുന്ന രഹസ്യമായ ചടങ്ങിനെക്കുറിച്ചുള്ള ചിന്ത അവരുടെ നാവിൻ്റെ ബലം ചോർത്തിക്കളഞ്ഞു.
അരമണിക്കൂർ വണ്ടി ഓടി ടൗണിൽ നിന്ന് കുറേ ദൂരം ചെന്ന് ഒരു ഗ്രാമത്തിലെ ചെറിയ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് വെളിയിൽ കാർ നിന്നു. വാ ഇറങ്ങ്, ശ്രീരാജ് പറഞ്ഞു. 3 കൂട്ടുകാരികളും അവനോടൊപ്പം കാറിൽ നിന്നിറങ്ങി. പൂമാലകൾ അടങ്ങിയ പ്ലാസ്റ്റിക് കവർ അവനെടുത്തു. അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടോ? നേർത്ത വിറയലോടെ ഹണി ചോദിച്ചു. എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട. ക്ഷേത്രമുറ്റത്ത് അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പൂജാരിയും 2-3 ക്ഷേത്ര ജീവനക്കാരും അവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീരാജിനെ കണ്ട് പൂജാരി പുഞ്ചിരിച്ചു. പിന്നെ എല്ലാം പെട്ടെന്ന് നടന്നു. കയ്യിൽ കരുതിക്കൊണ്ടുവന്ന താലിമാല ശ്രീരാജ് ഹണിയുടെ കഴുത്തിൽ ചാർത്തി. പിന്നെ അവർ പരസ്പരം പൂമാലയണിയിച്ച് വരിച്ചു. നിത്യ എല്ലാ ചടങ്ങുകളുടെയും ഫോട്ടോകൾ അവളുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തി. ക്ഷേത്രത്തിൻ്റെ രജിസ്റ്ററിൽ അവരുടെ വിവാഹം രേഖപ്പെടുത്തി. വീണയും നിത്യവുമായിരുന്നു സാക്ഷികൾ. പൂജാരിക്ക് ഉദാരമായ ദക്ഷിണയും മറ്റുള്ളവർക്ക് കൈമടക്കും കൊടുത്തിട്ട് അവർ ടൗണിലേക്ക് തിരിച്ചു. കല്യാണ സദ്യയ്ക്ക് സമയമില്ല, മണി 10 കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം, ശ്രീരാജ് പറഞ്ഞു. അത് മതി, നിത്യ സമ്മതിച്ചു. അവർ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നെയ്റോസ്റ്റും കാപ്പിയും കഴിച്ചു. ഞാൻ ഹോസ്റ്റലിലേക്ക് വരുന്നില്ല, നിങ്ങൾ ഓട്ടോയിൽ പെട്ടിയും ബാഗുമായി വന്നാൽ മതി. ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം, ശ്രീരാജ് പറഞ്ഞു. അത് മതി, അതാണ് സേഫ്. കൂട്ടുകാരികൾ ഓട്ടോയിൽ ഹോസ്റ്റലിലേക്ക് പോയി. അതേ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോകാനായിരുന്നു പ്ലാൻ. ഉച്ചയായിട്ടല്ലേ നീ പോകൂ, നിത്യയോട് വീണ ചോദിച്ചു. അതെ, ആൻറ്റിയും അങ്കിളും വരുമ്പോൾ. നീ പേടിക്കാതെ പോ മോളെ, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം, നിത്യ അവളെ സമാധാനിപ്പിച്ചു. നിത്യയോട് യാത്ര പറഞ്ഞ ബാഗുകളും സൂട്ട് കേസുകളുമായി ഹണിയും വീണയും ഓട്ടോയിൽ കയറി. നിന്നെ തിരുവനന്തപുരത്തിനുള്ള ട്രെയിനിൽ കയറ്റിവിടാം. ലോകമാന്യ തിലക് 11:30 വരും. 6 മണിക്ക് മുമ്പ് അവിടെ എത്തും. വിൽസൺ അങ്കിളിനെ വിളിച്ചാൽ മതി. പുള്ളി സ്റ്റേഷനിൽ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്യും. ഹോസ്റ്റൽ റെഡിയാണ്, നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുചെന്ന് വിടും, ഹണി പറഞ്ഞു. വീണ മൂളി. അങ്കിളിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഞാൻ തന്നത് നിന്റെ കയ്യിലില്ലേ? ഉണ്ട്, അതിൽ അഡ്രസ്സുണ്ട്. നന്ദൻകോട് എന്ന സ്ഥലത്താണ് പുള്ളിയുടെ വീട്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഓട്ടോയിലിരുന്ന് ഹണി അവളെ സമാധാനിപ്പിച്ചു. അവർ ചെന്നപ്പോൾ ബസ് സ്റ്റോപ്പിനടുത്ത് ശ്രീരാജ് കാറുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ നിന്നിറങ്ങി ഹണിയും വീണയും ലഗേജുമായി കാറിൽ കയറി. ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം, 11:30 ട്രെയിനിൽ ഇവളെ കയറ്റി വിടണം, ഹണി പറഞ്ഞു. ശ്രീരാജ് വാച്ചിൽ നോക്കി. 11 ആയതല്ലേ ഉള്ളൂ, ഇഷ്ടം പോലെ സമയമുണ്ട്. കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജലജയും കരുണനും വീണയെ കൊണ്ടുപോകാനായി കാറുമായി ഹോസ്റ്റലിലെത്തി. അതറിഞ്ഞ നിത്യ വിസിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. എല്ലാ വിരലുകളിലും സ്വർണ്ണമോതിരം അണിഞ്ഞ വെളുത്ത് തടിച്ച ആ പട്ടുസാരിക്കാരിയെയും മീശ കറുപ്പിച്ച കഷണ്ടിക്കാരനെയും അവൾക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. വീണയെ കൊണ്ടുപോകാൻ വന്നതാ മോളെ ഞങ്ങൾ, അവളോട് വേഗം വരാൻ പറയാ, നിത്യയെ കണ്ട് ജലജ പറഞ്ഞു. അയ്യോ, അവൾ നേരത്തെ പോയല്ലോ ആൻറ്റി, നിത്യ നിഷ്കളങ്കത നടിച്ചു. ഇന്നലെയും വിളിച്ച് പറഞ്ഞതാണല്ലോ ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ വരുമെന്ന്, പിന്നെന്തിനാ അവൾ ഒറ്റയ്ക്ക് പോയേ? കരുണൻ ചോദിച്ചു. അങ്കിളെ, അവൾ അങ്ങോട്ടല്ല വന്നത്, അച്ഛൻ്റെ അടുത്തേക്ക് അവൾ പോയത്, നിത്യ പറഞ്ഞു. ഏതച്ഛൻ്റെ അടുത്തേക്ക്? ജലജയ്ക്ക് മനസ്സിലായില്ല. നിങ്ങൾ വരുമ്പോൾ തരാൻ അവൾ ഒരു എഴുത്ത് തന്നിട്ടുണ്ട്. കയ്യിൽ കൊണ്ടുവന്ന കവർ അവൾ ജലജയ്ക്ക് കൊടുത്തു. കവർ പൊട്ടിച്ച് കത്ത് വായിച്ചിട്ട് വിളറിയ മുഖത്തോടെ അവർ അത് കരുണന് കൊടുത്തു. വായിച്ചു നോക്ക് ചേട്ടാ, അവൾ നമ്മളെ ചതിച്ചു. കത്ത് വായിച്ചിട്ട് അയാൾ ചാടി എഴുന്നേറ്റു. അവളുടെ തന്ത ജീവിച്ചിരിപ്പില്ല, അയാൾ പണ്ടേ ചത്തതാ. ഇത് മുഴുവൻ കള്ളത്തരമാ. സത്യം പറ കൊച്ചേ, അവൾ ആരുടെ കൂടെയാ പോയേ? കരുണൻ നിന്ന് വിറച്ചു. എനിക്കറിയത്തില്ല അങ്കിളെ, രാവിലെ അവൾ പെട്ടിയും ബാഗും എടുത്ത് പോയി. എൻ്റെ കയ്യിൽ ഈ കവർ തന്നു, നിങ്ങൾ വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതെന്താ വെള്ളരിക്കാപ്പട്ടണമോ? നിങ്ങളുടെ മേറ്ററിന് ഇതിന് ഉത്തരം പറഞ്ഞേ തീരൂ. അവളെ ഇവിടെ കൊണ്ടാക്കിയത് ഞങ്ങളാ. അവളെ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. മേറ്ററിന് ആൾ പോയി. വിലാസിനിയമ്മ ഉടൻ വന്നു. ജലജയും കരുണനും അവരോട് തട്ടിക്കയറി. രംഗം വഷളാകുന്നത് കണ്ട് നിത്യ അവളുടെ മുറിയിലേക്ക് വലിഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വിൽസന്. അത് തീർന്നപ്പോൾ 4 മണിയായി. പിന്നെ അത്യാവശ്യം ചില ജോലികൾ ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് അയാൾ 6 മണി വരെ ഓഫീസിലിരുന്നു. അപ്പോഴാണ് ലാൻഡ് ഫോണിൽ ഒരു കോൾ വന്നത്. ഹലോ. അയാൾ റിസീവർ എടുത്തു. അണ്ണാ, ഇത് ഉല്ലാസാണ്. മൊബൈലിൽ ഞാൻ കുറേ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തേ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നടാ, മൊബൈൽ ഞാൻ സൈലൻറ്റിൽ ഇട്ടേക്കുമായിരുന്നു. വിൽസൺ മൊബൈൽ എടുത്ത് നോക്കി. 8 മിസ്ഡ് കോളുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. സൗദിയിൽ നിന്ന് ഒരു ഫ്രണ്ട് വന്നപ്പോൾ 1 ലിറ്ററിൻ്റെ ബ്രാൻഡി കിട്ടിയിട്ടുണ്ട്.
ഞങ്ങൾ വരട്ടെ? ധൈര്യമായിട്ട് വാ, സോഡ വേണ്ട, ഐസ് ഉണ്ടല്ലോ, കഴിക്കാൻ വല്ലതും കൊണ്ടുവരണം. 8 മണിയായിട്ട് വന്നാൽ മതി, അയാൾ പറഞ്ഞു. ഓക്കെ അണ്ണാ. വിൽസൺ ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ 7 മണിയായി. നന്ദൻകോട് എത്തിയപ്പോൾ 7:30 കഴിഞ്ഞു. വീട് ഇരുട്ടിലായിരുന്നു. ഗേറ്റിന് വെളിയിൽ അയാൾ കാർ നിർത്തി. അപ്പോൾ സിറ്റൗട്ടിൽ ഒരു പെൺകുട്ടി ബാഗും സൂട്ട് കേസുമായി ഇരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വിൽസൺ കണ്ടു. അവൾ പെട്ടെന്ന് ഭീതിയോടെ എഴുന്നേറ്റു. അപരിചിതയായ പെൺകുട്ടിയെ കണ്ട് അയാൾ ഞെട്ടി. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ കാറിൽ നിന്നിറങ്ങി വിൽസൺ സിറ്റൗട്ടിലേക്കുള്ള പടികൾ കയറി ചെന്നു. ചുരിദാർ ധരിച്ച സുന്ദരിയായ ഒരു പെൺകുട്ടി അയാളെ കണ്ട് പകച്ചു നിന്നു. നീ ഏതാ കൊച്ചി? ഉള്ളിലെ ഭീതി മറച്ചു വെച്ച് വിൽസൺ ചോദിച്ചു. ഞാൻ ഹണിയപ്പൻ, ചെങ്ങന്നൂരിലെ വിക്കി വീണ പറഞ്ഞു. അപ്പോഴാണ് അയാളുടെ ശ്വാസം നേരെ വീണത്. ഈപ്പച്ചായൻ്റെ മോളോ? നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞലോടി കൊച്ചേ. വരുന്ന വിവരത്തിൽ നിനക്കെന്നെ ഒന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നോ? അയാൾ സിറ്റൗട്ടിലെ സ്വിച്ചിൽ വിരലമർത്തി. ലൈറ്റ് തെളിഞ്ഞു. ഞാൻ പലവട്ടം വിളിച്ചിരുന്നു, പക്ഷേ അങ്കിൾ മൊബൈൽ എടുത്തില്ല. ഉച്ച കഴിഞ്ഞാൽ വിളിച്ചല്ലയോ? നിനക്ക് വണ്ടിയിൽ കയറും മുമ്പേ ഒന്ന് വിളിക്കാൻ വയ്യായിരുന്നോ? എങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. ട്രെയിനിലല്ലേ വന്നത്? അതെ. വിൽസൺ താക്കോലെടുത്ത് മുൻവാതിൽ തുറന്നു. കയറി വാ. വീണ ഒന്ന് മടിച്ചു നിന്നു. വിൽസൺ അങ്കിൾ ഏതോ ഹോസ്റ്റലിൽ താമസ സൗകര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന്, നേരെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നുമായിരുന്നു ഹണി പറഞ്ഞത്. സ്വീകരണ മുറിയിലേക്ക് ചെന്നിട്ട് വിൽസൺ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും സിറ്റൗട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു വീണ. എന്താ, സൂട്ട് കേസിന് വെയിറ്റ് കൂടുതലാണോ? എന്നാൽ അത് പറയണ്ടായോ? അയാൾ സിറ്റൗട്ടിലേക്ക് ചെന്ന് സൂട്ട് കേസ് തൂക്കിയെടുത്തു. അല്ല അങ്കിളെ, എനിക്ക് താമസിക്കാൻ അങ്കിൾ ഇവിടെ ലേഡീസ് ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ചാച്ചൻ പറഞ്ഞത്. അവൾ ആശങ്കയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. വിൽസൺ ചിരിച്ചു. ഓ, അതാണോ കാര്യം? ഹോസ്റ്റലിലേക്ക് നാളെ പോകാം. 7 മണി കഴിഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ ചെന്നാൽ പോലും ഹോസ്റ്റലിൻ്റെ ഗേറ്റ് തുറക്കുകയല്ല. സൂട്ട് കേസ് എടുത്ത് അയാൾ ഡ്രോയിങ് റൂമിലെ സ്റ്റെയർ കേസിൻ്റെ ചുവട്ടിൽ കൊണ്ടുചെന്നു വെച്ചു. എയർ ബാഗുമായി അവൾ പിന്നാലെ ചെന്നു. അയാൾ അത് വാങ്ങി സൂട്ട് കേസിൻ്റെ അടുത്ത് വെച്ചു. നീ ഇരിക്കേ, നമുക്ക് തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അവൾ ഒന്ന് ഞെട്ടി. കള്ളത്തരം മുഴുവൻ ഇപ്പോൾ പൊളിയും. വന്നിരിക്കുന്നത് ഹണി ഈപ്പൻ അല്ലെന്നും വീണ നായർ എന്ന പെണ്ണ് ആൾമാറാട്ടം നടത്തി വന്നതാണെന്നും ഇയാൾ മനസ്സിലാക്കും. പക്ഷെ കണ്ടിട്ട് കുഴപ്പക്കാരനാണെന്ന് അവൾക്ക് തോന്നിയില്ല. ആൾ സുന്ദരനാണ്. ഹണി പറഞ്ഞത്ര പ്രായം തോന്നിക്കുകയുമില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്. പക്ഷെ ഇങ്ങനെയുള്ളവരെയാണ് പേടിക്കേണ്ടതെന്ന് നിത്യ പലപ്പോഴും പറയാറുണ്ട്. ഇരിക്കടാ. വീണ ചെന്ന് എതിർവശത്തുള്ള സെറ്റിയിൽ കഷ്ടിച്ചിരുന്നു. കഴിഞ്ഞയാഴ്ച ഞാൻ അങ്ങാടിക്കൽ ചെന്നപ്പോൾ അച്ചായൻ പറഞ്ഞായിരുന്നു നിന്റെ കാര്യം. എന്നെ മുമ്പ് നീ കണ്ടിട്ടുണ്ടോ? വിൽസൺ ചോദിച്ചു. ഇല്ല, ഞാൻ എങ്ങനെ ബന്ധുവീടുകളിലൊന്നും പോകാറില്ല. കണ്ടാൽ ഓരോരുത്തർ ഓരോ ചൊറിയുന്ന കാര്യങ്ങൾ ചോദിക്കും. എനിക്ക് ദേഷ്യം വരും. എന്തിനാ വെറുതെ? അതുകൊണ്ടാ എങ്ങോട്ടും പോകാതെ, വിൽസൺ വിശദീകരിച്ചു. അവൾ മിണ്ടിയില്ല. ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് ഇപ്പച്ചായൻ വിളിച്ചോ? ഇല്ല, ഇന്ന് രാവിലെയാ പോയേ. അങ്ങ് ചെന്ന് കാണത്തില്ല, അവൾ പറഞ്ഞു. ഹണി തൃശ്ശൂരിലല്ലേ പഠിച്ചേ? അടുത്ത ചോദ്യം. ഉവ്. അവിടെ ഏത് കോളേജിലായിരുന്നു? അവൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പേര് പറഞ്ഞു. ഏത് ബ്രാഞ്ചാണ്? കമ്പ്യൂട്ടർ സയൻസ്. ഹണിക്കും ഓസ്ട്രേലിയയ്ക്ക് കടക്കാനാ പ്ലാൻ. അങ്ങനെയൊന്നുമില്ല. അവൾ ഒരു ചിരി അഭിനയിച്ചു. ഇനി 5-6 മാസം കഴിഞ്ഞേ അവർ വരത്തുള്ളൂ അല്ലയോ? അച്ചായൻ പറഞ്ഞായിരുന്നു ഹണിക്ക് വല്ല ജോലിയും മേടിച്ചു കൊടുക്കണമെന്ന്. ടെക്നോ പാർക്കിൽ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവർ വഴി ഞാനൊന്ന് ട്രൈ ചെയ്യാം. അതുവരെ സംസാരിച്ചതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യമായിരുന്നു വീണയ്ക്കത്. നാളെ ഹോസ്റ്റലിലേക്ക് മാറാൻ പറ്റുമോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാൻ. നാളെ അറിയാം. അതുവരെ ഹണിക്ക് ഇവിടെ താമസിക്കാമല്ലോ. എൻ്റെ ഈശ്വര, അവൾ മനസ്സിൽ വിളിച്ചു. അപ്പോഴാണ് വിൽസൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അയാൾ ഒന്ന് ഞെട്ടി. ഉല്ലാസാണ് വിളിക്കുന്നത്. എന്താടാ? കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ട് വിൽസൺ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അണ്ണാ, ചപ്പാത്തി കിട്ടിയില്ല. ഇന്ന് നേരത്തെ തീർന്നു. പൊറോട്ട മതിയോ? അവന്മാരെ തടഞ്ഞേ പറ്റൂ. തിന്നാനും കുടിക്കാനും 3-4 ആണുങ്ങൾ കയറി വന്ന് പാട്ടും ബഹളവും തുടങ്ങിയാൽ ആ പെങ്കൊച്ചു പേടിച്ചു വിറയ്ക്കും. തന്നെയുമല്ല, എടാ ഉല്ലാസി, ഒരു പ്രശ്നമുണ്ട്, വിൽസൺ പെട്ടെന്ന് പറഞ്ഞു. എന്താ അണ്ണാ? എൻ്റെ ഒരു ബന്ധു ബൈക്ക് ആക്സിഡൻ്റായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇത്തിരി സീരിയസാ. ഞാൻ അങ്ങോട്ട് പോവുക. നാവിൽ തോന്നിയ ഒരു നുണ അയാൾ അവതരിപ്പിച്ചു.
വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഉല്ലാസ് ചോദിച്ചു. ഇല്ല, എന്നാൽ ഫ്രണ്ടിലെ ഡോർ പൂട്ടിയിട്ട് താക്കോൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്ന ഓർക്കിഡിൻ്റെ ചട്ടിയിലേക്ക് ഇട്ടിരുന്നാൽ മതി. ഞങ്ങൾ വന്ന് എടുത്തോളാം. പോകുമ്പോൾ താക്കോൽ അവിടെ തന്നെ വെച്ചേക്കാം, അവൻ പറഞ്ഞു. മുഴുത്ത ഒരു തെറിയാണ് അപ്പോൾ വിൽസന്റെ നാവിലേക്ക് വന്നത്. അകത്തെ മുറിയിലിരിക്കുന്ന പെങ്കൊച്ച് അത് കേട്ടാലോ എന്ന് പേടിച്ച് അയാൾ അത് വിളിച്ചില്ല. ഞാൻ ഗേറ്റ് പൂട്ടിയിട്ട് ഇറങ്ങിയല്ലോടാ, സോറി. നിങ്ങൾ ഇന്ന് വേറെ എവിടെയെങ്കിലും നോക്ക്. ഉല്ലാസിനെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാൻ അവസരം കൊടുക്കാതെ വിൽസൺ ആ കോൾ കട്ട് ചെയ്തു. ഉടൻ തന്നെ അവൻ്റെ വിളി വീണ്ടും വന്നു. പക്ഷേ അയാൾ അതെടുത്തില്ല. മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളും വരാമെന്ന് പറയാനാണെങ്കിലോ? വിൽസൺ സ്വീകരണ മുറിയിലേക്ക് വീണ്ടും ചെന്നു. മുറിയിലെ അലങ്കാരങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു വീണ. ഞാൻ തനിച്ച ഇവിടെ താമസം, ഈപ്പച്ചായൻ പറഞ്ഞായിരുന്നോ? ഉവ്. വാ, ഹണിയുടെ റൂം കാണിച്ചു തരാം. അവളുടെ സൂട്ട് കേസ് തൂക്കിയെടുത്ത് അയാൾ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറി. എയർ ബാഗുമായി പിന്നാലെ പടികൾ കയറിയപ്പോൾ അവൾക്ക് ആഫ്റ്റർ ഷേവ് ലോഷൻ്റെ നേർത്ത സുഗന്ധം അനുഭവപ്പെട്ടു. മുകളിലത്തെ ഹാളിൽ എത്തിയപ്പോൾ വിൽസൺ ഒന്ന് സംശയിച്ചു നിന്നു. 3 ബെഡ്റൂമുകളാണ് മുകളിൽ ഉണ്ടായിരുന്നത്. മാധുരി ഉറങ്ങിയ മുറിയിൽ ഹണി കിടക്കണ്ട. മാധുരി ഇനി വന്നാൽ അവൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അത്. അടുത്ത മുറിയിൽ പല പെണ്ണുങ്ങളും ഉറങ്ങിയിട്ടുണ്ട്. ആ ബെഡിലും ഹണി കിടക്കണ്ട. ആരും ഇതുവരെ ഉപയോഗിക്കാത്ത മുറിയാണ്. 3-ാമത്തേത് ശാന്തമ്മ അത് വൃത്തിയാക്കി ഇടാറുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. വിൽസൺ അതിൻ്റെ ഡോർ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചു. വാതിൽ തുറന്നു. അയാൾ അകത്തേക്ക് ചെന്ന് ലൈറ്റ് ഇട്ടു. ഭാഗ്യം, ശാന്തമ്മ മുറി അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. ബെഡിൽ പുതിയ ഷീറ്റ് വിരിച്ചിരിക്കുന്നു. മേശയും കസേരയും അലമാരിയുമുണ്ട്. തൽക്കാലം ഹണിക്ക് ഈ റൂം ഉപയോഗിക്കാം. നാളെ ഹോസ്റ്റലിലേക്ക് മാറാം. എന്താ? വിൽസൺ ചോദിച്ചു. അത് മതി എന്നർത്ഥത്തിൽ വീണ തലകുലുക്കി. യാത്ര ചെയ്തു വന്നതല്ലേ, കുളിച്ച് ഫ്രഷ് ആകൂ. ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. രാത്രിയിൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം. അയ്യോ, എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഹോസ്റ്റലിൽ രാത്രി വായു ഭക്ഷിച്ചാണോ നിങ്ങളെന്നും ഉറങ്ങാൻ കിടക്കുന്നത്? അവളുടെ മുഖം വിളറി. ഹണിക്ക് വേണ്ടെങ്കിലും എനിക്ക് പട്ടിണി കിടക്കാൻ വയ്യ. വിശക്കുവാണെങ്കിൽ താഴേക്ക് വരാം, അല്ലെങ്കിൽ സുഖമായി കിടന്നുറങ്ങിക്കോ. അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അയാൾ മുറിയിൽ നിന്നിറങ്ങി. പക്ഷെ എന്തോ ഓർത്തതുപോലെ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും ഒന്നും പറയാതെ താഴേക്ക് ഇറങ്ങിപ്പോയി. മുൻവാതിൽ വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് വിൽസൺ കാറെടുത്ത് റോഡിലേക്ക് ഇറങ്ങി. ഹണി തട്ടുദോശ തിന്നുമോ ആവോ? അടുത്ത ഭാഗം നാളെ.